ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോണത് മെക്കാനിസം ബിഹൈൻഡ് ദ വിഷൻ. ഒരു വിഷൻ, നമ്മളൊരു സാധനം കാണുമ്പോൾ എന്തൊക്കെ രീതിയിൽ അത് നടക്കുന്നുണ്ട്, എന്തൊക്കെ രീതിയിൽ അത് പോകുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ ബൈപോളർ സെൽസിനെ ഓൺ ആക്കുകയും അപ്പോൾ എന്ത് ചെയ്യും, ബൈപോളർ സെൽസസ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ചെയ്യുകയും ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി, നമ്മുടെ റെറ്റീനയിൽ കാണുന്ന ഒപ്റ്റിക് നെർവ് വഴി എവിടെ എത്തുന്നു, നമുക്ക് കാണാൻ പറ്റുന്നു, സെൻസ് ഓഫ് വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഡാർക്ക് ലൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇരുട്ടത്താണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇരുട്ടത്താണ് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബൈപോളർ സെൽസസ് ഇല്ലാണ്ടാവും, ഓഫാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇമ്പൾസസ് ബ്രെയിനിൽ ഒപ്റ്റിക് നെർവിൽ എത്തിയിട്ട് നമ്മൾക്ക് ഇരുട്ടാണ് എന്നൊരു സെൻസ് നമുക്ക് കിട്ടുന്നു. ഇനി കളർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് കോൺ സെൽസ് നമ്മുടെ അടുത്തുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എസ് കോൺസ്, എം കോൺസ്, എൽ കോൺസ്. എസ് കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ സെൻസിറ്റിവിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷോർട്ട് വേവ് ലെങ്ത്, ഷോർട്ട് വേവ് ലെങ്ത് ആണ് കിടക്കുന്നത് ബ്ലൂ ലൈറ്റ്. പിന്നെ അതുപോലെ എം കോൺസ് ആണെങ്കിൽ ബെറ്റർ സെൻസിറ്റിവിറ്റി തരുന്നു. അതുപോലെ തന്നെ മീഡിയം വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക, ഗ്രീൻ ലൈറ്റ് ആവും ഉണ്ടാവുക. എൽ കോൺസിലാണെങ്കിൽ ബെറ്റർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നു, പക്ഷേ ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും റെഡ് ലൈറ്റിന്. പിന്നെ അതേപോലെ ബൈനാക്കുലർ വിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ 2 കണ്ണുകളിലും ഫോം ചെയ്ത ഇമേജസിനെ മേർജ് ചെയ്യുന്ന, അതിൻ്റെ വിഷ്വൽ കോർട്ടക്സിൽ മേർജ് ചെയ്യുന്ന ഒരു 3D വിഷൻ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ഇത് നമുക്ക് സൈഡ് കണ്ണുകൊണ്ടൊക്കെ കാണാം. അപ്പോൾ 3D വിഷൻ നമുക്ക് കിട്ടുന്നു. 3D വിഷൻ തരാനായിട്ട് അതുപോലെ ഡിസ്റ്റൻസും ഒരു ഒബ്ജക്റ്റിന് എത്ര ദൂരമായിട്ട് അതിൻ്റെ ഡെപ്ത് ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കാനും ഈ ബൈനോക്കുലർ വിഷൻ കൊണ്ട് സഹായിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മളുടെ ഐ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐബോൾസസ് ഭയങ്കരമായിട്ട് എൻലാർജ് ആകുന്നു. പിന്നെ ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടൻഡ് ഐബോൾസ് ഷോർട്ടൻ ചെയ്യുമ്പോഴാണ് ഈ ലോങ് സൈറ്റ്നെസ് വരുന്നത്. ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബോൾസ് എൻലാർജ് ആകുമ്പോൾ ഉള്ള കണ്ടീഷനെയാണ് ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റിഗ്മേറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഡിറ്റക്റ്റഡ് ഇൻ ദ കർവേച്ചർ ഓഫ് ദ ലെങ്സ് ഓർ കോർണിയ. എന്താ പറയുക, ചിലപ്പോൾ ലെങ്സിൻ്റെ കോർണിയയിലെ എന്തെങ്കിലും കർവേച്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴാണ് ഈ സ്റ്റിഗ്മാറ്റിസം വരണത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമായിരിക്കും നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്. അപ്പോൾ എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം, എന്തൊക്കെ കുറയുമ്പോഴാണ് വരുന്നതെന്ന് നമ്മൾ നോക്കണം. ഷോർട്ട് സൈറ്റ്നെസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഐബോൾസസ് എൻലാർജ് ആകുമ്പോൾ. ലോങ് സൈറ്റ്നെസ് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബോൾസ് ഷോർട്ടൻ ആകുന്ന സമയത്ത്. സ്റ്റിഗ്മാറ്റിസം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവേച്ചറിൽ അല്ലെങ്കിൽ ലെൻസിൻ്റെ കോർണിയയുടെ കർവേച്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴാണ് സ്റ്റിഗ്മാറ്റിസം വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീൻ എക്സ് ക്രോമസോം കനോട്ട് ഡിസ്റ്റിങ്ക്യൂസ് ഗ്രീൻ ഓർ റെഡ് കളേഴ്സ് നമ്മുടെ എക്സ് ക്രോമസോമിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കളറിനെ ഇപ്പോൾ റെഡ് കളറാണോ ഗ്രീൻ കളറാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. സെറഫോതലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ എ പ്രൊലോങ്ഡായിട്ട് ഡെഫിഷ്യൻസി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർണിയ ഒപ്പാങ്ക്വൻ ആകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയ നശിച്ചു പോകുന്നു. അതിനെയാണ് സെറഫോതലാമിയ എന്ന് പറയുന്നത്. പിന്നെ കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്സിൻ്റെ ആ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർണിയയുടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, കോർണിയയുടെ അല്ലെങ്കിൽ ലെൻസിൻ്റെ ട്രാൻസ്പെറൻസി അങ്ങനെ ഡിക്രീസ് ആകും, അങ്ങനെ കണ്ണ് മങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ ഇൻക്രീസ് ആവുന്ന സമയത്ത് റീഅബ്സോർബേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഒബ്സ്ട്രക്റ്റഡ്, അക്വസ് ഹ്യൂമറിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടുമ്പോഴൊക്കെയാണ് ഗ്ലൂക്കോമ വരുന്നത്. പിന്നെ കൺജക്റ്റൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജക്റ്റൈവൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജക്റ്റൈവിലുള്ള ഇൻഫെക്ഷനെയാണ് കൺജക്റ്റൈവൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അസുഖങ്ങൾ എന്തൊക്കെ കോസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് കറക്റ്റ് ഡിസ്റ്റിങ്ക്യൂസ് ചെയ്ത് പഠിക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.